കൂട്ടുകാരെ നമസ്കാരം, രാകേഷാണ്. ഞാൻ ഇന്നലെ വണ്ടി പാർക്ക് ചെയ്തത് ഫ്രാൻസിലെ മില്ലോൺ ഫോസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു പാർക്കിങ്ങിലാണ് കേട്ടോ. ഒരു ചെറിയൊരു പാർക്കിംഗ് ആണ്. ഒരു 10 വണ്ടിയൊക്കെ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അത്രയുള്ളൊരു ചെറിയ പാർക്കിംഗ് ആണ്, പമ്പ് പാർക്കിംഗ് ഒന്നുമല്ല. അപ്പോൾ ഇന്നലെ രാത്രി നൈസൊരു പണി നമുക്ക് കള്ളന്മാർ തന്നായിരുന്നു. വണ്ടി ഫുള്ള് ലോഡായിരുന്നു, വീൽ ഡിസ്ക് ആയിരുന്നു. അപ്പോൾ അത് കമ്പനിയിൽ നിന്ന് തന്നെ ലോഡും കയറ്റി അവിടെ നിന്ന് തന്നെ സീൽ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ സീലൊക്കെ പൊട്ടിച്ചിട്ടിട്ട് കള്ളന്മാരിത് എന്തോ എടുത്തിട്ടുണ്ട് ഇതിനകത്തുനിന്ന്. അപ്പോൾ നമ്മളിപ്പോൾ 10 മാസമായിട്ട് ഞാൻ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിതിപ്പോൾ ആദ്യത്തെ അനുഭവമാണ്. ഒത്തിരി കേട്ടിട്ടുണ്ട് ഇത്, പക്ഷേ ഇതുവരെ ആദ്യത്തെ അനുഭവമാണ്. അങ്ങനെ ഞാൻ പതിയെ ഡോറൊക്കെ ഞാൻ തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്തോ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല പെട്ടെന്ന് തന്നെ. അപ്പോൾ ഞാൻ മാനേജറെ ഇൻഫോം ചെയ്ത്, എന്നിട്ട് ഞാൻ പോയി ചെക്ക് ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് ഡിസ്ക് ആയിരുന്നു ലോഡ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഡിസ്ക് പോയിട്ടുണ്ട്. മാനേജർ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ്, പിന്നെ ഇൻഷുറൻസിൽ വിളിച്ച് ക്ലെയിം ചെയ്യാൻ പറഞ്ഞ്, പിന്നെ ഇൻഷുറൻസിൽ വിളിച്ച് ക്ലെയിം ചെയ്ത് എല്ലാം കൂടി ഒരു 2 മണിക്കൂറോളം സമയം എനിക്കിവിടെ പോയായിരുന്നു. ഞാൻ പിന്നെ ഇത് ഇടാനുള്ളൊരു പ്രധാന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിലവിൽ ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഡ്രൈവർമാർക്കും അറിയാം ഇവിടുത്തെ കള്ളന്മാരുടെ ശല്യം. അപ്പോൾ കൂടുതലും നമ്മൾ എന്തെങ്കിലും ഇതുപോലത്തെ ശബ്ദം പുറത്തു നിന്ന് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതിരിക്കുക, വണ്ടിയിൽ തന്നെ വണ്ടി ലോക്ക് ചെയ്ത് സേഫായിട്ടിരിക്കുക. ട്രെയിനിങ് സമയത്ത് തന്നെ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, നിലവിൽ നമ്മൾ കൊണ്ടുപോകുന്ന എല്ലാ ഗുഡ്സിനും ഇൻഷുറൻസ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്യാബിനുള്ളിൽ തന്നെ സേഫായിട്ടിരിക്കുക, നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് ഇടപെടാതിരിക്കുക എന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരെല്ലാവരും ഇതുപോലത്തെ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആരും അതിൻ്റെ അകത്തേക്ക് പോയി ഇടപെടരുത്. നിലവിൽ ക്യാബിനുള്ളിൽ തന്നെ ഇരുന്നിട്ട് രാവിലെ ഇത് നമ്മൾ ചെന്ന് കണ്ടതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ കമ്പനിയെ ഇൻഫോം ചെയ്യുകയോ മാനേജറെ ഇൻഫോം ചെയ്യുകയോ ചെയ്യുക.